സ്തോത്രം. കൺമണി പോലെ നമ്മെ കാത്തു സൂക്ഷിക്കുന്ന, കരതലത്തിൽ നമ്മെ വരച്ച് കീഴെ ശാശ്വത ഭുജങ്ങളാൽ നമ്മെ പരിപാലിക്കുന്ന നല്ല ഇടയനായ നമ്മുടെ ദൈവത്തിൻ്റെ നാമം ഇന്ന് സന്ധിയെങ്കിലും വാഴ്ത്തപ്പെടട്ടെ. ആദരണീയരായി കർത്താവിൻ്റെ ദാസന്മാർ, ദൈവത്തിൻ്റെ മക്കൾ, ജീവനുള്ള പ്രത്യാശയ്ക്കായി വീണ്ടും ജനനം പ്രാപിച്ച ദൈവജനം, ദൈവത്തിൻ്റെ കുടുംബാംഗങ്ങൾ, എല്ലാവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. ഒരുമിച്ച് പിന്നെയും തിരുസന്നിധിയോടടുക്കുവാൻ ദൈവവചനവുമായി കർത്താവിൻ്റെ പാതയെ അല്പസമയങ്ങളായിരിക്കാൻ ദൈവം ഒരുക്കുന്ന അവസരങ്ങളെ വിലയേറിയതായി കാണുന്നു. അതിൽ സംബന്ധിക്കുന്ന നിങ്ങളുടെ കൂട്ടായ്മയും ഏറെ വിലപ്പെട്ടതാണ്. ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങൾക്ക് ഏവർക്കും അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. നന്ദിയും. തിരക്കുകൾക്കിടയിലും സ്ഥിരമായി ദൈവവചനം പഠിക്കുവാൻ നിങ്ങൾ കാണിക്കുന്ന ഉത്സാഹം ഏറെ പ്രശംസനീയമാണ്. അതോർക്കുമ്പോൾ പൗലോസ് പല സഭകളോടും പറയുന്നത് പോലെ നിങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുവാൻ അത് കാരണമാകുന്നു. അതൊട്ടും കുറയാതെ ഇരിക്കട്ടെ. എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നത് പോലെ കർത്താവിൻ്റെ വരവിൻ്റെ നാൾ സമീപിക്കുന്നുവെന്ന് കാണും തോറും അത് അധികമായി ചെയ്യുവാനും ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ടൈം ഈസ് മണി. സമയമാണ് പണം എന്ന ആപ്തവാക്യമാണ് ഇന്ന് ലോകം കൊണ്ടു നടക്കുന്നത്. സമയമാണ് അവർക്ക് സമ്പാദ്യത്തിനായിട്ട് വേണ്ടത്. എന്നാൽ അതിൽ കുറെ എടുത്ത്, ആവോളമെടുത്ത് നമ്മുടെ ദൈവത്തിന്, കർത്താവിനോടൊത്തുള്ള കൂട്ടായ്മയ്ക്ക് വേണ്ടി നൽകുവാൻ നാം കാണിക്കുന്ന ഉത്സാഹം തീർച്ചയായും ദൈവസന്നിധിയിൽ വിലയേറിയതാണ്. കർത്താവ് നമ്മെ തുടർന്നും സഹായിക്കുമാറാകട്ടെ എന്ന് ദൈവത്തിന് സ്തോത്രം, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് മഹത്വം. നമുക്ക് ദൈവസന്നിധിയിൽ തിരുവെഴുത്തുകളുമായിട്ടായിരിക്കാം. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 8-ാമത്തെ അധ്യായം 1 മുതൽ 6 വരെയുള്ള 5 വരെയുള്ള വാക്യങ്ങളാണല്ലോ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ചു കൊണ്ടിരുന്നത്. നമുക്കൊരിക്കൽ കൂടെ ആ വാക്യങ്ങൾ വായിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സും നമുക്ക് മുൻപോട്ട് നയിക്കാം. When the Lamb opened the seventh seal, there was a silence in heaven for about half an hour. Then I saw the 7 angels who stand before God, and the 7 trumpets were given to them. And another angel came and stood at the altar with a golden censer, and he was given much incense to offer with the prayers of all the saints on the golden altar before the throne. And the smoke of the incense with the prayers of the saints rose before God from the hand of the angel. Then the angel took the censer and filled it with fire from the altar and threw it on the earth. And there were peals of thunder, rumblings, flashes of lightning, and an earthquake. താങ്ക് യു മോനെ. നാം 6-ാം അധ്യായത്തിൽ 5-ാം അധ്യായത്തിൽ 7 മുദ്രകൾ ഉള്ള പുസ്തകവും അത് വാങ്ങുന്ന കുഞ്ഞാടിനെയും കണ്ടു. 6-ാം അധ്യായത്തിൽ ആ പുസ്തകത്തിൻ്റെ 6 മുദ്രകൾ കുഞ്ഞാട് തുറക്കുന്നതും അനുബന്ധ സംഭവങ്ങളും കണ്ടു. 7-ാം അധ്യായത്തിൽ ഒരു ഇടവേള പോലെ 6-ാമത്തെയും 7-ാമത്തെയും മുദ്രാ ഭേദനങ്ങൾക്കിടയിൽ യോഹന്നാൻ മറ്റൊരു സമയത്ത് നടന്ന സംഭവങ്ങളെക്കുറിച്ച് വിവരിച്ചു പറഞ്ഞു. മഹാപീഡനകാലത്തെ വിശുദ്ധന്മാരെ സംബന്ധിച്ച്. അതും കഴിഞ്ഞ് നാം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് യോഹന്നാൻ 7-ാം മുദ്രാഭേദനത്തെ പറ്റി നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. സ്തോത്രം. കുഞ്ഞാട്
ഏഴാമത്തെ മുദ്ര പൊട്ടിക്കുന്നു. അപ്പോൾ നടക്കുന്ന 3 പ്രധാന വിഷയങ്ങൾ 8-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ നമ്മൾ കണ്ടു. അവിടെ 7 ദൂതന്മാർ 7 കാഹളങ്ങളുമായി പ്രത്യക്ഷപ്പെടുന്നതാണ് നാം കാണുന്നത്. കുഞ്ഞാട് 7-ാമത്തെ മുദ്ര പൊട്ടിക്കുന്നതും സ്വർഗത്തിലെ അരമണിക്കൂറത്തെ മൗനവും 7 ദൂതന്മാർ 7 കാഹളങ്ങളുമായി പ്രത്യക്ഷപ്പെടുന്നതും നാം കണ്ടു. അതിൽ ഇന്നലെ നാം തിരുവെഴുത്തുകളിൽ നിന്നും ഗ്രഹിപ്പാൻ വേണ്ടി ശ്രമിച്ചത്, അല്ലെ ദൈവാത്മാവ് നമ്മെ പഠിപ്പിക്കുവാൻ ആഗ്രഹിച്ചത്, നമ്മൾ കാത്തിരിക്കുന്നത് ദൂതന്മാരുടെ കാഹളധ്വനിക്ക് വേണ്ടി അല്ലെന്നും, ദൂതന്മാർ ചുണ്ടോടടുപ്പിച്ച് കാഹളം വെച്ച് ദൈവത്തിന്റെ ആജ്ഞയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നെന്നുള്ള പ്രസംഗ ഭാഷയിൽ പ്രത്യേകിച്ച് പുളകിതരാകരുതെന്നും, അതല്ല യാഥാർത്ഥ്യമെന്നും നമ്മൾ കണ്ടു. തിരുവെഴുത്ത് പറയുന്നത് ദൈവസഭയുടെ എടുക്കപ്പടിയിൽ ഉൽപ്രാവണം നടക്കുന്നത് ദൈവത്തിന്റെ കാഹളധ്വനിയിലാണ്. എന്നാൽ ദൈവത്തിന്റെ കാഹളത്തെക്കാളും നമുക്ക് ഏറെ പ്രാധാന്യമുള്ളത് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ഗംഭീരനാദമാണെന്ന് തിരുവെഴുത്തുകൾ ആധാരമാക്കി നമ്മൾ കണ്ടു. ആ സമയത്ത് വിശേഷിച്ച് നടക്കുന്ന 3 സംഭവങ്ങളെ 3 പദങ്ങളിലായി നാം സംക്ഷേപിച്ചിരുന്നു. ഒന്ന്, ഓർമ്മയുണ്ടോ? മറന്നുപോയി. റിസറക്ഷൻ, translation and confirmation. യെസ്. ഉയർത്തെഴുന്നേൽപ്പ്, രൂപാന്തരം, ക്രിസ്തുവിനോടുള്ള അനുരൂപീകരണം അല്ലെങ്കിൽ ഏകീഭാവം. സ്തോത്രം. ഇത് 3മാണ് യേശുക്രിസ്തുവിൻ്റെ വരവിൽ സംഭവിക്കുന്നത്. കർത്താവ് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന, നാം പ്രാപിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണ്. നമ്മുടെ പ്രത്യാശയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇത് 3. സ്തോത്രം. ഇത് 3 സംഭവിക്കുന്നത് പ്രധാന ദൂതന്റെ ശബ്ദത്തിലുമല്ല, ദൈവത്തിന്റെ കാഹളനാദത്തിലുമല്ല. സ്തോത്രം. 3 ഒരുമിച്ച ഉണ്ടാവുന്ന ശബ്ദം. എന്നാൽ ഈ പറഞ്ഞ 2മല്ല നാം പ്രാപിക്കുവാനിരിക്കുന്ന ഉയർപ്പിന്റെ അല്ലെങ്കിൽ രൂപാന്തരത്തിന്റെയും ക്രിസ്തുവിനോടുള്ള ആനുരൂപ്യത്തിന്റെയും അടിസ്ഥാനമെന്നാണ് കണ്ടത്. പകരം കർത്താവിൻ്റെ ഗംഭീരനാദമാണ്. നമ്മുടെ കർത്താവിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനമാണ്. അവൻ കൽപ്പിക്കും, അവൻ വിളിക്കും. സ്തോത്രം. അപ്പോൾ സൃഷ്ടിയിൽ മാത്രമല്ല, വീണ്ടെടുപ്പിലും നമ്മുടെ ഉൽപ്രാപണത്തിലും ദൈവത്തിൻ്റെ വായിൻ വചനത്തിന് ഏറെ പ്രാധാന്യമുണ്ടെന്നാണ് മനസ്സിലാക്കിയത്. സ്തോത്രം. ന്യായവിധിയിലുമുണ്ട്, ആ ശബ്ദം മുഴങ്ങുന്നുണ്ട്. അവിടേക്ക് പക്ഷെ നാം ഇപ്പോൾ പോകുന്നില്ല. മനസ്സിലാക്കിയത് കർത്താവിൻ്റെ ഗംഭീരനാദം. നമുക്ക് പൊതുവേ നമ്മൾ പറഞ്ഞു പഠിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ കാഹളം മുഴങ്ങാറായി. ആ കാഹളത്തിൻ്റെ അർത്ഥം പഴയ നിയമത്തിൽ നിന്നും നമ്മൾ അതിൻ്റെ ഉപയോഗത്തെ 10 പ്രധാന കാര്യങ്ങളായിട്ട് കണ്ടതും ഓർക്കുമല്ലോ. സ്തോത്രം. അതിൽ ഏറ്റവും അവസാന ഭാഗങ്ങളിലായി നാം കണ്ടുകൊണ്ടിരുന്നത്, സ്തോത്രം, even the trumpet used to be blown to make known the inauguration or the commencement of Jewish New Year. യഹൂദ പുതുവത്സരത്തിന്റെ തുടക്കം അറിയിക്കുന്നതിന് വേണ്ടിയും കാഹളം ഊതുക പതിവായിരുന്നു. സ്തോത്രം. നമ്മൾ ഇന്നലെ വായിച്ചതാണെങ്കിൽ കൂടെ ലെവിറ്റിക്കസ്
23 verse 24. ലേവ്യ പുസ്തകം 23-ന്റെ 24-ാമത്തെ വാക്യം ഒന്നും കൂടെ വായിച്ചാട്ടെ. നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, 7-ാം മാസം 1-ാം തീയതി നിങ്ങൾക്ക് കാഹളധ്വനിയുടെ ജ്ഞാപകവും വിശുദ്ധ സഭായോഗമുള്ള സ്വസ്ഥ ദിവസവുമായിരിക്കണം. സ്തോത്രം. എന്നിട്ട് 29-ന്റെ 1. നമ്പേഴ്സ് സംഖ്യാപുസ്തകം 29-ന്റെ 1. 7-ാം മാസം 1-ാം തീയതി വിശുദ്ധ സഭായോഗം കൂടണം. അന്ന് സാമാന്യവേല ഒന്നും ചെയ്യരുത്. സ്തോത്രം. ഉത്സവത്തിന് ജനത്തെ ഉദ്ബോധിപ്പിക്കുന്ന കാഹളധ്വനിയുടെ ഉത്സവവുമായി ബന്ധപ്പെട്ടാണ് നാം അത് വായിച്ചത്. സ്തോത്രം. നാം അവിടെ കാണുന്നത്, നാം ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ ഒരു തുടക്കത്തിന് വേണ്ടി ഒരു രാജാവിന്റെ വാഴ്ച തുടങ്ങുമ്പോൾ ഒരു ഉത്സവകാലത്തിന്റെ തുടക്കം എന്നിങ്ങനെയുള്ള പലതിൻ്റെയും ആരംഭത്തെ, അതിൻ്റെ നാന്ദിയെ കുറിക്കുവാൻ കാഹളം ഊതപ്പെട്ടിരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ട് പ്രാവചനികമായി ദൈവത്തിന്റെ, യഹോവയുടെ നാൾ തുടങ്ങുന്നതിനെയും ഇതുപോലെ തന്നെ കാഹളധ്വനിയുമായി ബന്ധപ്പെടുത്തി പഴയ നിയമത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. യെശയ്യാ പ്രവചനം 27-ന്റെ 13, ഐശയ്യാ 27 verse 13. അന്നാളിൽ മഹാകാഹളം ഊതും. സ്തോത്രം. ഏത് ദിവസത്തെ കുറിച്ചാ പറയുന്നത്? അത് യഹോവയുടെ നാളുമായി ബന്ധപ്പെട്ട് ഭാവിയിൽ നടക്കുവാനിരിക്കുന്ന സംഭവവുമായി പ്രവാചകൻ അതിനെ കോർത്തിണക്കുകയാണ്. അതുപോലെ യോവേൽ 2-1 നാം കാണുന്നുണ്ട്. അപ്പം ഈ ഭാഗങ്ങളെല്ലാം കൂടെ ചേർത്ത് വെച്ചാൽ കാഹളം ധ്വനിക്കുന്നത് ഒരു ഭരണമാറ്റത്തിന്റെ നാന്ദിയായി നമുക്ക് കാണാം. ഇവിടെ ദൂതന്മാർ കാഹളം ഊതുവാൻ ഒരുങ്ങി നിൽക്കുക. അവർ കാഹളം ഊതുവാൻ ഒരുങ്ങി നിൽക്കുന്നത് ഇന്നലെ നാം കണ്ടതുപോലെ ചില ന്യായവിധികൾ നടത്തുന്നതോടൊപ്പം മശിഹൈക രാജ്യത്തിന്, മശിഹൈക ഭരണത്തിന് തുടക്കം കുറിക്കുന്നതിനെയും കൂടെ, അല്ലെങ്കിൽ അതിലേക്കും കൂടെ വിരൽ ചൂണ്ടുകയാണ്. സ്തോത്രം. വിരൽ ചൂണ്ടുകയാണ്. മത്തായിയുടെ സുവിശേഷം 24-ന്റെ 31 നമ്മൾ ചില ദിവസങ്ങൾക്ക് മുമ്പ് കാണുകയുണ്ടായി. ഒന്നും കൂടെ വായിച്ചാൽ ഒരുപക്ഷെ നമുക്കൊന്നും കൂടെ മനസ്സിലായേക്കും. മാത്യു 24:31. അവൻ തന്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടുകൂടെ അയക്കും. അവർ അവന്റെ വൃതന്മാരെ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെയും 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. സ്തോത്രം. നാം അതേക്കുറിച്ച് നേരത്തെ പഠിച്ചിരുന്നത് കൊണ്ട് കൂടുതൽ വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ദൂതന്മാരെ കാഹളധ്വനിയുമായി കർത്താവ് അയക്കുന്നതും മഹാപീഡനകാലത്ത് ജീവനോടെ ശേഷിച്ച വിശുദ്ധന്മാരെ കർത്താവിന്റെ അടുക്കലേക്ക് അവർ ചേർക്കുന്നതുമൊക്കെയാണ് അവിടുത്തെ വിഷയം. അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ട പഴയ നിയമത്തിലെ കാഹളങ്ങളുടെ ഉപയോഗവുമായി ഈ വിഷയങ്ങളും ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. സ്തോത്രം. ഇന്നലെ നാം കണ്ടു, ഭൂമിയിൽ ഇസ്രായേൽ ജനവുമായി ബന്ധപ്പെട്ട് ഈ കാഹളം ഊതുമായിരുന്നതെല്ലാം ആരാണ്? പുരോഹിതന്മാരാ. പുറപ്പാട് 19-ാം അധ്യായത്തിൽ കണ്ട കാഹളം ഊത്തൊഴികെ
ബാക്കി 9 ഇടങ്ങളിലും പഴയ നിയമത്തിൽ നാം ഇന്നലെ കണ്ടെടുത്ത് കാഹളം ഊതുന്നത് പുരോഹിതന്മാരാണ്. എന്നാൽ ഇവിടെ ഇപ്പോൾ നാം കാണുന്ന വെളിപ്പാട് 8-ാം അധ്യായത്തിൽ മനുഷ്യരാരുമല്ല, പുരോഹിതന്മാരാരുമല്ല, ലേവ്യരാരുമല്ല, ദൂതന്മാർക്കാണ് ആ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നത്. സ്തോത്രം. ഓക്കെ, ദൂതന്മാർക്കാണ് ആ ഉത്തരവാദിത്വം. നമുക്കറിയാം, ഭൂമിയിലെ ദേവാലയം, യെരുശലേം ദേവാലയം, സമാഗമന കൂടാരവും യെരുശലേം ദേവാലയവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരുന്നോ? ഇല്ലെന്ന് പറയാം. അതിൻ്റെ ഘടനയിലും ഉപയോഗത്തിലും ഒന്നും വ്യത്യാസമില്ല. പിന്നെ കൂടാരമായിരുന്നത് കൊണ്ട് യാത്രയിൽ മാറ്റി മാറ്റി അതടിക്കണമായിരുന്നു. താൽക്കാലികമായ ഒരു ക്രമീകരണമാണ് അതിൻ്റെ സ്ട്രക്ചറിൽ, അതിൻ്റെ ഘടനയിൽ ഉണ്ടായിരുന്നത്. അതല്ലാതെ അതിൻ്റെ അളവിലോ അതിൻ്റെ ഉപയോഗത്തിലോ ഒന്നും വ്യത്യാസങ്ങളില്ല. അപ്പോൾ സമാഗമന കൂടാരമാകട്ടെ, യെരുശലേം ദേവാലയമാകട്ടെ, അത് സ്വർഗത്തിൻ്റെ ഒരു മാതൃകയാണെന്ന് നമ്മൾ ഇതിനോടകം പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ദൈവം ആവർത്തിച്ച് മോശയോട് പറഞ്ഞിട്ടുള്ളത്, ഞാൻ നിനക്ക് ബാക്കി പറഞ്ഞു, ഒരു ശബ്ദം കൂടെ കേൾക്കാമല്ലോ. കാണിച്ചെന്ന മാതൃക പ്രകാരം ഉണ്ടാക്കണം. സ്തോത്രം. പർവ്വതത്തിൽ വെച്ച്, അതായത് സീനായി പർവ്വതത്തിൽ വെച്ച് മോശ 40 വീതം 2 പ്രാവശ്യം ഉപവസിച്ച സമയത്ത് ദൈവം മോശയ്ക്ക് സ്വർഗീയ കൂടാരത്തിന്റെ മാതൃക കാണിച്ചു കൊടുത്തു. പഴയ നിയമത്തിൽ പ്രധാനമായും 2 വ്യക്തികളാണ് ഈ സ്വർഗീയ നഗരത്തെ കണ്ടത്. പിതാക്കന്മാർ, പാട്രിയാർക്സിനെ കുറിച്ച്, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നവരെ പറ്റി എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിന് വേണ്ടി അവർ കാത്തിരുന്നെന്നും, താഴോട്ട് വരുമ്പോൾ അബ്രഹാമിനെ പറ്റി പറയുന്നു, അവൻ അല്ലെങ്കിൽ അവർ അത് കണ്ട് ദൂരെ നിന്ന് സല്യൂട്ട് ചെയ്തു, അഭിവന്ദിച്ചു. അത് കണ്ടപ്പോൾ അവർ ഒരു ഏറ്റുപറച്ചിലും നടത്തി, ഇവിടെ ഭൂമിയിൽ ഞങ്ങൾ അന്യരാണ്, പരദേശികളാണ്. അപ്പോൾ അബ്രഹാം തുടങ്ങിയ പിതാക്കന്മാർക്ക് വിശ്വാസത്താൽ, ആത്മാവിനാൽ ദൈവം നിർമ്മിക്കുന്ന ആ നഗരത്തെക്കുറിച്ച് ദർശനം ലഭിച്ചു. കുറച്ചുകൂടെ അടുത്തിരുത്തി ആ സ്വർഗീയ ദർശനം ദൈവം പകർന്നത് മോശയ്ക്കാണ്. അബ്രഹാമൊക്കെ ദൂരെ നിന്ന് ആ നഗരം ഉണ്ട് എന്ന ഉറപ്പ് പ്രാപിച്ചു. അതിനെ അവർ കണ്ടെന്നാണ് എബ്രായ ലേഖനം പറയുന്നത്. എന്നാൽ മോശയെ ദൈവം അടുത്തിരുത്തി, സ്തോത്രം, ആ സ്വർഗീയ ഭവനത്തിന്റെ ദർശനം കാണിച്ചു കൊടുത്തു. ഓരോന്നോരോന്ന് എടുത്തെടുത്ത് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തു. സ്തോത്രം. എന്നിട്ട് ആവർത്തിച്ച് ദൈവം പറഞ്ഞു, ഞാൻ നിനക്ക് പർവ്വതത്തിൽ കാണിച്ചു തന്ന മാതൃക പ്രകാരം തന്നെ വേണം. കൂടാരവും, അന്ന് കൂടാരമായിരുന്നു, പിന്നീട് ദേവാലയമായി. കൂടാരവും അതിലെ ഉപകരണങ്ങളും അതിലെ വ്യവസ്ഥകളും ഉണ്ടാക്കുവാൻ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വായിച്ചു. പുറപ്പാട് അവസാന അധ്യായത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്നു, ദൈവം അവന് കാണിച്ചു കൊടുത്ത മാതൃക പ്രകാരം തന്നെ അവൻ അതിനെ ഉണ്ടാക്കി. അളവുകൾ പോലും
കൃത്യമായിരുന്നു. അളവുകൾ പോലും കൃത്യമായിരുന്നു. സ്തോത്രം. ഇന്ന് രാവിലെ ഞാനും ഇവിടുത്തെ അച്ചായനും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, നോഹ പെട്ടകത്തിൽ ആന ഉൾപ്പെടെ, ഇനി ഒരുപക്ഷെ ഡയനോസറും ഒക്കെ ഉണ്ടായിരുന്നായിരിക്കും അന്ന് അക്കാലത്ത്, ഈ വിധമായ മുഴുവൻ കരയിലെ മൃഗങ്ങളോടും കൂടെയായിരുന്നു പെട്ടകത്തിൽ. ഒക്കെ കഴിഞ്ഞിട്ട് ഒരു പർവ്വതത്തിന് മുകളിൽ ഉറച്ചു. എന്നിട്ട് ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോൾ പറയുകയായിരുന്നു, ഈ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ഈ ആന ഉൾപ്പെടെയുള്ള മൃഗങ്ങളൊക്കെ താഴെ ഇറങ്ങിയതിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കിക്കുക. വേറെ ചില മൃഗങ്ങളൊക്കെ ഇറങ്ങിയതൊക്കെ എളുപ്പമാണ്. ഇപ്പൊ ഒരാടിനെ സംബന്ധിച്ച് കുഴപ്പമില്ല. പക്ഷേ ആനയെ സംബന്ധിച്ച് ഒരു പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ഇറങ്ങുക എന്നത് പ്രയാസമാണ്. എന്ന് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ച് പല കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞൊരു കാര്യമാണ്, നോഹ, അബ്രഹാം, മോശ തുടങ്ങിയവരൊക്കെ ഏറെ സങ്കീർണമായ അവസ്ഥയിൽ ജീവിച്ചവരാ. പക്ഷേ അവർക്കൊന്നും ഒരിക്കലും ഒരു കൺഫ്യൂഷൻ, ഒരിക്കലും അവർക്കൊരു ഒരു കുഴച്ചിൽ നേരിട്ടിട്ടില്ല. കാര്യം അവരെപ്പോഴും ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. സ്തോത്രം. ദൈവം ഓരോ ചുവടുകളെ കുറിച്ചും അവരോട് പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പൊ അബ്രഹാമിനെ കുറിച്ച് തന്നെ നമ്മൾ പറയും, എവിടേക്കെന്നറിയാതെ പുറപ്പെട്ടു. കുഴപ്പമില്ല, ദൈവം പറഞ്ഞിട്ടല്ലേ പോകാൻ പറഞ്ഞിട്ടുള്ളത്. പോകാൻ പറഞ്ഞതുകൊണ്ടല്ലേ. ദൈവം പറഞ്ഞിട്ട് എങ്ങോട്ടാണെന്നോ എന്തിനാണെന്നോ അറിഞ്ഞില്ലെങ്കിലും പോകാൻ ഒരു പ്രയാസവും ഇല്ല. സ്തോത്രം. വളരെ നമ്മൾ ചിന്തിക്കേണ്ടതായ കാര്യമായത്. അവരെക്കാൾ നമ്മൾ ശ്രേഷ്ഠരാണ് തീർച്ചയായിട്ടും. പക്ഷേ അങ്ങനെ പറയുമ്പോഴും നമുക്കിന്ന് അവരൊക്കെ അനുഭവിച്ച ദൈവസാന്നിധ്യവും കൂട്ടായ്മയും പോലും അനുഭവിക്കുവാൻ കഴിയുന്നില്ല. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് കണിയാന്മാരും ഒത്തിരി ഉണ്ട് നമ്മുടെ ഇടയിൽ. ഓഗസ്റ്റ് മാസം തുടങ്ങിയപ്പം നിങ്ങൾ കേട്ട് കാണും, ഈ മാസം നിങ്ങൾക്ക് എങ്ങനെ. ഇതുവരെ ഒരു വർഷത്തെക്കുറിച്ചായിരുന്നു പ്രവചിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ മാസാമാസം പ്രവചിക്കാൻ തുടങ്ങി. കഴിഞ്ഞ മാസം തൊട്ടാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്, ജൂലൈ മാസം തൊട്ട്. ഒന്നിലധികം പേര് പറഞ്ഞു, ഈ ജൂലൈ മാസം നിങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ മാസമാണ്. നടക്കാതിരുന്ന കാര്യങ്ങളൊക്കെ നടക്കും. കല്യാണ ആലോചനകൾ വരും, കല്യാണം നടക്കും, വീട് പണി നടക്കും, വിദേശയാത്ര നടക്കും, ഒക്കെ അനുഗ്രഹങ്ങൾ മാത്രം. കഴിഞ്ഞ മാസം ജൂലൈ മാസത്തിൽ പറഞ്ഞു. അപ്പം വേറെ ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു, പെന്തക്കോസ്തുകാർക്ക് ജൂലൈ മാസമാണ് ഏറ്റവും അശുഭമായ മാസം. ജൂലൈ മാസത്തിൽ മരിച്ച ചില ദൈവദാസന്മാരുടെ ലിസ്റ്റ് പറഞ്ഞിട്ട്, ദൈവമക്കൾ ജൂലൈ മാസത്തിൽ ഏറെ ശ്രദ്ധിക്കണം, ഏറ്റവും അശുഭമായ മാസം. അതിന്റെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഓഗസ്റ്റ് മാസം വന്നത്. ജൂലൈ മാസം ഇതൊക്കെ പറഞ്ഞെന്ന് വിചാരിച്ചു മാസം അവിടെ നിൽക്കത്തില്ലല്ലോ, മാസം അങ്ങ് പോയി. സ്തോത്രം. ദുബൈ എന്നുള്ള നേഴ്സായിരുന്നോ? ശരി, അതെനിക്കറിയില്ലായിരുന്നു. എവിടുന്ന് ആരാന്ന് എനിക്കറിയത്തില്ല, ഞാൻ വീഡിയോ കണ്ടത്. അത് കഴിഞ്ഞപ്പോഴാ മാസം അങ്ങ് പോയി, ജൂലൈ പോയി. ഓഗസ്റ്റ് വന്നപ്പോഴത്തേക്കിന് അടുത്ത ഒരാള് പ്രവചനവുമായിട്ട് വന്നു, ഈ മാസം നിങ്ങൾക്ക് ഇന്നതുപോലെയൊക്കെ ആയിരിക്കും. ചിലർ എടുത്തിട്ട് ഈ പഞ്ചാംഗം പിന്നെ പത്രത്തിനകത്തൊക്കെ ഈ മാസം നിങ്ങൾക്ക് എങ്ങനെ, അല്ലെങ്കിൽ വാരഫലം ഈ ആഴ്ച നിങ്ങൾക്ക് എങ്ങനെ എന്നിടുന്നത് പോലെ ഇടുകയാണ്. അത് കേൾക്കാനും നോക്കാനും പോകുന്ന ഒരു നല്ല ശതമാനം പെന്തക്കോസ്തുകാരും ക്രിസ്ത്യാനികളും
എന്നിട്ട് പറയുന്നത് ഇതിന് നിങ്ങൾ ആമീൻ പറഞ്ഞ് ഏറ്റെടുത്തോണം, ആമീൻ പറഞ്ഞ് ക്ലെയിം ചെയ്തോണം. അപ്പോഴത്തേക്കും ആമീൻ പറയാൻ പോകുന്നവരുണ്ട്. ചിലരൊക്കെ പറയും ടിവിക്ക് നേരെ കൈ പൊക്കിക്കൊണ്ട്, അപ്പോഴായിരിക്കും കൈ പൊക്കാൻ നേരം ലൈറ്റ് പോകുന്നത്. ഞാൻ പറഞ്ഞതിന്റെ സാരം, ഇന്ന് ഈ നിലയിലേക്ക് അധപ്പതിച്ചു ജനം. പക്ഷേ പഴയ നിയമത്തിലെ തന്നെ ഈ ഭക്തന്മാരെ നോക്കിക്കേ. GPS ഇല്ലാതെ, ഗൂഗിൾ മാപ്പ് ഇല്ലാതെ, വേറെ ഒരു റഡാറും ടവറും ഇല്ലാതെ അവർക്കൊക്കെ യാത്ര ചെയ്യാൻ, തീരുമാനങ്ങൾ എടുക്കാൻ ഒരു പ്രയാസം ഇല്ലായിരുന്നു. കാരണം they were in constant communication with God. ദൈവം അവരോട് നിരന്തരം സംസാരിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ട് അവർക്ക് ഒരു തരത്തിലുമുള്ള പ്രശ്നമില്ലായിരുന്നു. സ്തോത്രം. നമുക്കോ ആകപ്പാട് പ്രശ്നം. അതിനിടയിൽ നമ്മുടെ വിഷയത്തിനിടയ്ക്ക് കയറ്റി ഞാനൊന്ന് പറഞ്ഞതു, ദൈവത്തോട് നമുക്കൊരു നിരന്തര സംസർഗം വേണം. ദൈവശബ്ദം കേൾക്കുന്ന അനുഭവം വേണം. കർത്താവിനോട് നമ്മൾ സംസാരിക്കുന്ന, കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന ഒരു ബന്ധം നമുക്ക് വേണം. എ communicating communion with God is very much essential today. സ്തോത്രം. ഓക്കെ. ഇപ്പൊ മോശയോട് ദൈവം യെരൂശലേം ദേവാലയത്തിൽ അഥവാ സമാഗമന കൂടാരത്തിൽ ഉണ്ടാക്കേണ്ട സകല കാര്യങ്ങളെയും അളവ് സഹിതം പറഞ്ഞു കൊടുത്തു. അളവ് സഹിതം. അങ്ങനെ സ്വർഗത്തിന്റെ മാതൃകയിലാണ് സമാഗമന കൂടാരവും യെരൂശലേം ദേവാലയവും സ്ഥാപിച്ചത്. അതുകൊണ്ട് നമുക്ക് ഈ അധ്യായങ്ങളിൽ, പ്രത്യേകിച്ച് 8-ാമത്തെ അധ്യായത്തിൽ അടുത്ത വാക്യങ്ങളിലായിട്ടൊക്കെ ഈ കാഹളം ഉൾപ്പെടെ ഉള്ള വിഷയങ്ങളിൽ യെരൂശലേം ദേവാലയത്തിൽ നടന്നതിൻ്റെ അസലായ രൂപം കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ യെരൂശലേം ദേവാലയത്തിൽ അഥവാ യഹൂദന്മാരുടെ ഇടയിൽ പുരോഹിതന്മാർ, മനുഷ്യർ ആയിരുന്നു കാഹളം ഊതിയിരുന്നത് എങ്കിൽ ഇവിടെ ദൂതന്മാരാണ് കാഹളം ഊതുന്നത്. സ്തോത്രം. അതിന് കാരണം ഈ പറഞ്ഞതാണ്, സ്വർഗത്തിന്റെ മാതൃകയിലാണ് ദേവാലയ നിർമ്മിതി. It was a figurative usage. സ്തോത്രം. ഒരു സൂചനാത്മകമായി, പ്രതിരൂപകമായിട്ടാണ് നാം പലതും ഇവിടെ കാണുന്നത്. ഉദാഹരണത്തിന് 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടു കണ്ണാടിക്കടലിനെ കുറിച്ച്. വെളിപ്പാട് 4-ന്റെ 6-7 വാക്യങ്ങളിൽ സ്വർഗത്തിൽ ദൈവസിംഹാസനത്തിന് മുൻപിലുള്ള സീ ഓഫ് ഗ്ലാസ്, കണ്ണാടിക്കടലിനെ കുറിച്ച് കണ്ടു. അതിന്റെ പ്രതീകമായി യെരൂശലേം ദേവാലയത്തിൽ താമ്രത്തൊട്ടിയും അതിൽ നിറച്ചു വച്ചിരിക്കുന്ന വെള്ളവുമൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ പലതും. സ്തോത്രം. അതുപോലെ യെരൂശലേം ദേവാലയത്തിലുമുണ്ട് യാഗപീഠം. ഇവിടെയും ഈ 8-ാം അധ്യായത്തിൽ വെളിപ്പാടിലും നാം കാണുന്നു യാഗപീഠം. എന്നാൽ ഇവിടുത്തെ യാഗപീഠം എന്തിനു വേണ്ടിയുള്ളതാണ്? ധൂപപീഠമാണ്. ഓൾട്ടർ ഓഫ് ഇൻസെൻസ്, ധൂപപീഠം. Not for animal sacrifice. The heavenly altar is not for animal sacrifice. സ്വർഗത്തിലെ യാഗപീഠം മൃഗങ്ങളെ യാഗം കഴിക്കാനല്ല, അവിടെ അതിൻ്റെ ആവശ്യമില്ല. എന്നാൽ ധൂപപീഠം. ഇങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് കാണുവാൻ സാധിക്കും. നാം ഈ 5-ാം അധ്യായത്തിൽ, 6-ാം അധ്യായത്തിൽ, 11-ാം അധ്യായത്തിൽ, 15-ാം അധ്യായത്തിലൊക്കെ
നമുക്കിതിൻ്റെ ഒരുമിച്ചുള്ള സാമ്യങ്ങളെ കാണുവാൻ കഴിയും. അവിടങ്ങളിലേക്ക് കൂടുതൽ നമുക്ക് പോകേണ്ടതില്ലല്ലോ. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും കൂടുതൽ വിശദീകരണം വേണമെങ്കിൽ ചോദിച്ചാട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇന്നലെ പാസ്റ്റർ കാഹളത്തെ പറ്റി പറഞ്ഞപ്പോഴേ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് പുതിയ നിയമത്തിലെ ഈ യേശുവിന്റെ ഗിരിപ്രഭാഷണത്തിൽ യേശു ഒരു കാഹളത്തെ പറ്റി പറയുന്നുണ്ട്. കപടഭക്തിക്കാർ ചെയ്യുന്ന പോലെ നിങ്ങൾ അവരുടെ മുമ്പിൽ കാഹളം ഊതരുത് എന്നൊരു വാക്യം ഉണ്ട്. അതിപ്പോ എന്റെ ശ്രദ്ധയിൽ പെട്ടു, അത് ഞാനൊന്ന് പറയാം. ഓക്കെ. അത് നമ്മള് സെർമൺ ഓൺ ദ മൗണ്ട്, യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണത്തെ കുറിച്ച് പഠിച്ച സമയത്ത് 6-ാമത്തെ അധ്യായം മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് പഠിക്കുകയുണ്ടായി. അവിടെ കർത്താവ് പറഞ്ഞതായിട്ട് നമ്മൾ കണ്ടു. ആദ്യം പറയുന്നു ഹൗ നോട്ട്, പിന്നെ പറഞ്ഞു ഹൗ ടു. നിങ്ങളുടെ നീതിപ്രവർത്തികൾ എങ്ങനെ ചെയ്യരുത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കരുത്, നിങ്ങൾ ഉപവസിക്കുമ്പോൾ എങ്ങനെ ഉപവസിക്കരുത്. ഹൗ നോട്ട് ടു 6-ാം അധ്യായത്തിൽ വെച്ച് നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിട്ടാ കർത്താവ് പറഞ്ഞത് ഹൗ ടു, എങ്ങനെ നിങ്ങൾ ചെയ്യണം. ആ കൂട്ടത്തിലാണ് പരീശന്മാർ ആർക്കെങ്കിലും വല്ല ഭിക്ഷയും കൊടുത്താൽ അവര് വീട്ടിൽ വന്നിട്ട് ഭിക്ഷ എടുക്കുന്ന രീതി ആയിരുന്നില്ല, ചന്തസ്ഥലങ്ങളിലായിരുന്നു. എല്ലാ ദിവസവും ഇന്നത്തെ പോലെ മാർക്കറ്റ് ഇല്ലാത്ത കാലമാണല്ലോ. അതുകൊണ്ട് ആഴ്ചയിൽ യെരുശലേമിൽ 2 ദിവസമായിരുന്നു. ഞങ്ങൾക്കൊക്കെ നോർത്ത് ഇന്ത്യയിലും അങ്ങനെ ഇപ്പോഴും ഉണ്ട്. ഈവൻ മുംബൈയുടെ പ്രാന്തപ്രദേശങ്ങൾ, ഞങ്ങൾ താമസിക്കുന്ന ന്യൂ ബോംബെയിലും ഉണ്ട് വീക്ക്ലി മാർക്കറ്റ്സ് ഇപ്പോഴും. ആഴ്ചയിൽ ഓരോ ദിവസം ഓരോ സ്ഥലത്ത് മാറി മാറിയുള്ള ചന്തകൾ, എല്ലാ സാധനങ്ങളും. അന്ന് ഏറ്റവും കൂടുതൽ ആള് കൂടുന്നത് അക്കാലത്ത് അങ്ങനെയായിരുന്നു. അതുകൊണ്ട് അവിടെയാണ് യാചകന്മാരും കൂടുതൽ എത്തുക, ഭിക്ഷക്കാരും. അപ്പൊ എന്തെങ്കിലും ഒന്ന് കൊടുക്കും, പക്ഷേ പറയും നീ കാഹളം ഊതണം എന്ന് പറഞ്ഞാൽ ശബ്ദമുണ്ടാക്കുക, കാഹളം ഈ നിലയിൽ തന്നെ. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്നിടത്തേക്ക് ആള് കൂടും. ആൾക്കാർ ഒത്തിരി പേര് കൂടിക്കഴിയുമ്പം ഈ പരീശൻ, ഈ കപടഭക്തിക്കാരൻ, തനിക്ക് പൊതുജനത്തിൽ നിന്ന് ബഹുമാനം ഉണ്ടാകേണ്ടതിന് എല്ലാവരും കാൺകെ ഭിക്ഷ കൊടുക്കും. അതിനെയാണ് കർത്താവ് അവിടെ കാഹളം ഊതിക്കരുത് എന്ന് വിലക്കിയത്. അത് ഈ പറയപ്പെട്ട കാഹളവുമായി ബന്ധപ്പെട്ടതല്ല. പക്ഷെ ഈ നിലയിൽ എന്തെങ്കിലും പൊതുജനത്തിന്റെ ശ്രദ്ധ ആകർഷിക്കുവാൻ വേണ്ടി അവർ അന്ന് ചെയ്യുമായിരുന്ന ഒരു രീതി. ഇന്ന് ഞങ്ങളൊക്കെ ചിലപ്പം പരസ്യയോഗം നടത്താൻ പോകുമ്പം ചിലപ്പോൾ അവിടെ നിന്നൊന്ന് കൈകൊട്ടും, ചിലപ്പോൾ എന്തെങ്കിലും ഒന്ന് വിളിച്ചു പറയും, ചിലപ്പോൾ ഒരു പാട്ട് പാടും. ഈവൻ പരസ്യയോഗത്തിനൊക്കെ നമ്മൾ പാട്ട് പാടുന്നത് ആളിനെ കൂട്ടാൻ വേണ്ടിയാണ്, ഞങ്ങൾ ഇവിടെ പ്രസംഗിക്കാൻ പോകുന്നുവെന്ന് അറിയിക്കാൻ വേണ്ടി. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അവർ ചെയ്യുക പതിവായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് അങ്ങനെ ആ കാഹളവും നമ്മൾ പഠിച്ചു വന്ന കാഹളവുമായിട്ട് അങ്ങനെ നേരിട്ടുള്ള ബന്ധം ഇല്ല എന്നേ ഉള്ളൂ. താങ്ക് യു അച്ഛാ. മറ്റെന്തെങ്കിലും? ശരി, എങ്കിൽ നമുക്ക് 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലേക്കും കൂടെ പോകാം.
മറ്റെന്തെങ്കിലും ശബ്ദത്തിന്റെ ശല്യം തോന്നുന്നുണ്ടോ? ഉണ്ടോ? ഒരു സെക്കൻഡ്. ആ ഓക്കെ. ആ മൂന്നാം വാക്യം ഒന്ന് വായിച്ചപ്പോഴത്തെ ഞാനൊന്ന് റെഡിയാക്കാതെ ഒന്ന് അടച്ചിടാം. മറ്റൊരു ദൂതൻ ഒരു സ്വർണ ധൂപകലശവുമായി വന്നു യാഗപീഠത്തിനരികെ നിന്നു. സിംഹാസനത്തിന് മുമ്പിലുള്ള സ്വർണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു. സ്തോത്രം. ഇപ്പോഴും ശബ്ദം വരുന്നുണ്ടെങ്കിൽ ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ ഓക്കെ. പുറത്ത് എന്തോ പണി നടക്കുന്നു, അതിന്റെ മെഷീനുകളൊക്കെ ഓടിക്കുന്നതിന്റെ ശബ്ദം. എനിക്ക് അടയ്ക്കാവുന്ന വാതിലുകളൊക്കെ അടച്ചു. ഇവിടെ നാം 3, 4, 5 വാക്യങ്ങളിലായി കാണുന്നത് രണ്ടാം വാക്യത്തിലെ ദൂതന്മാർ കാഹളം ഊതുന്നതിന് മുമ്പ് നടക്കുന്ന ഒരു കാര്യമാണ്. അഥവാ ദൈവത്തിന്റെ കാഹള ന്യായവിധികൾ ഭൂമിയിൽ തുടങ്ങുന്നതിന് മുമ്പ്, 2 തുടങ്ങുന്നതിന് കാരണമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് നാം ഇവിടെ കാണുന്നത്. ഇവിടെ നാം മറ്റൊരു ദൂതൻ എന്ന് കാണുന്നു. മറ്റൊരു ദൂതൻ ആരാണെന്ന് അവിടെ പരാമർശമില്ല. എന്നാൽ ചില വേദപണ്ഡിതാക്കൾ കരുതുന്നത് അതിന് 2 അർത്ഥങ്ങളാണ് കൊടുക്കുന്നത്. ഒന്ന്, സിംപ്ലി അനദർ ഏഞ്ചൽ, മറ്റൊരു ദൂതൻ, അത്രേ ഉള്ളൂ. ഈ 2ാം വാക്യത്തിൽ കണ്ട 7 പേരെ പോലെ വേറെ ഒരു ദൂതൻ. കാരണം ദൂതന്മാർക്ക് കുറവൊന്നുമില്ലല്ലോ, പഞ്ഞമൊന്നുമില്ലല്ലോ. മറ്റൊരു ദൂതൻ. എന്നാൽ ചില വേദപണ്ഡിതാക്കൾ പറയുന്നത് അദ്ദേഹത്തെ എടുത്തു പറയുന്നത് കൊണ്ട് അത് കർത്താവായ യേശു ആണെന്ന്. മറ്റൊരു ദൂതൻ എന്ന് പറയുന്നത് കൊണ്ട് വേറെ അടിസ്ഥാനങ്ങളൊന്നുമില്ല പറച്ചിലിന്. എടുത്തു പറഞ്ഞിരിക്കുന്നത് കൊണ്ടും പഴയ നിയമത്തിൽ പലയിടത്തും യേശുവിനെ യഹോവയുടെ ദൂതൻ എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ടും ഇത് ഒരുപക്ഷെ യേശു ആകാം എന്ന് അനുമാനിക്കുന്നതേ ഉള്ളൂ. അതൊരു അനുമാനമായി തന്നെ അവിടെ ഇരിക്കട്ടെ. നമുക്ക് മറ്റ് തെളിവുകളൊന്നുമില്ല. എനിക്ക് വ്യക്തിപരമായി അത് വിശ്വസിക്കത്തക്ക ഒരു സംഗതിയൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് മറ്റൊരു ദൂതൻ എന്ന നിലയിൽ തന്നെ എടുക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം, കുഴപ്പമില്ല. എന്നും പറയുന്നത് പോലെ അത് നമ്മുടെ രക്ഷയെ ബാധിക്കുന്ന ഒരു ഭിന്നാഭിപ്രായമല്ല. അതുകൊണ്ട് അവരവർക്ക് ബോധ്യം ഉണ്ടാകുന്നത് പോലെ ചെയ്തോളൂ. സ്തോത്രം. കാരണം മറ്റൊരു ദൂതൻ എന്ന് വേറെ പല സ്ഥലത്തും പറയുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ പിന്നെ അതെല്ലാം യേശു ആണെന്ന് പറയേണ്ടതായിട്ട് വരും. അതിന് എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ അതിലേക്ക് പോകുന്നില്ല. കൂടാതെ 1ാമത്തെ വാക്യത്തിൽ നാം യേശുക്രിസ്തുവിനെ മുദ്രാഭേദനം നടത്തുന്ന കുഞ്ഞാടായിട്ട് കാണുന്നുണ്ട്. അപ്പം ഡബിൾ റോളിൽ ചെയ്യുന്നതിന് കർത്താവിന് കുഴപ്പമൊന്നുമില്ല എന്ന് വെച്ചാലും അതിന്റെ ആവശ്യം ഇവിടെ കാണുന്നില്ല എന്നതുകൊണ്ട് തന്നെ ഈ ദൂതൻ യേശുക്രിസ്തു ആണ് എന്ന് ഞാൻ ഉൾക്കൊള്ളുന്നില്ല. മറ്റൊരു കാരണം, ഇത് യേശുക്രിസ്തു ആണ് എന്ന് പറയാൻ, അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുകയാണെങ്കിൽ വേറെ ഒത്തിരി പ്രശ്നങ്ങൾ ഒഴിഞ്ഞു കിട്ടും. ഇവിടെ ആ ദൂതൻ എന്താ ചെയ്യുന്നത്? ഇവിടെ ഈ ദൂതൻ എന്താ ചെയ്യുന്നത്? കൂടെ പോരെ. സ്വർണ്ണ കലശവുമായി യാഗപീഠം നിരയെ നിന്നു. അതിനോടനുബന്ധിച്ച് നമ്മൾ കാണുന്നു ആ
കലശവുമായി, നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞ ധൂപക്കുറ്റി, പള്ളിയിലെ വീശുന്ന ധൂപക്കുറ്റി, അതാണ് ഇവിടെ പറയുന്ന കലശം. അപ്പം ഈ സ്വർണ്ണ കലശവുമായിട്ട് യാഗപീഠത്തിന്റെ അരികെ നിന്ന ദൂതന് എന്താ കൊടുക്കുന്നത്? ദൈവം എന്താ ചെയ്യുന്നത്? സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു. യാ എന്നിട്ട് 4-ാം വാക്യത്തിലുണ്ട്, ധൂപവർഗത്തിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി. ദൂതൻ ധൂപകലശം എടുത്ത് യാഗപീഠത്തിലെ കനൽ നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു. അപ്പൊ ഈ ദൂതൻ എന്ന് പറയുന്നത് ക്രിസ്തുവാണ്, യേശുവാണ് എന്ന് വിശ്വസിച്ചാൽ, എന്ന് പറഞ്ഞാൽ ഒത്തിരി ചോദ്യങ്ങൾക്ക് ഉത്തരവായി. ഇല്ലെങ്കിൽ അവിടെ വരുന്ന ചോദ്യം, നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിക്കുന്നത് ദൂതന്മാരാണ്. അപ്പോൾ ഒരു ദൂത മധ്യസ്ഥതയ്ക്ക് പലരും ഈ ഭാഗങ്ങളെ കൂട്ടുപിടിക്കാൻ സാധ്യതയുണ്ട്. ഈ ദൂതൻ യേശുവാണെന്ന് വെച്ചാൽ ആ ഒരു പ്രശ്നത്തിന് പരിഹാരമാണ്. അതുകൊണ്ടും കൂടെ പലരും ഇത് യേശു തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. അത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമുക്ക് വ്യക്തിപരമായ സ്വാതന്ത്ര്യമുണ്ട്. ക്രിസ്തു മുഖാന്തരമാണ് നമ്മുടെ പ്രാർത്ഥന പിതാവിന്റെ അടുക്കൽ എത്തുന്നത്. അത് പുതിയ നിയമോപദേശമാണ്. റോമർ 8-ാം അധ്യായത്തിൽ കാണുന്നത് പരിശുദ്ധാത്മാവാണ് നമ്മുടെ പ്രാർത്ഥനയെ ദൈവസന്നിധിയിലേക്ക് എത്തിക്കുന്നത്. എത്തിക്കുക മാത്രമല്ല, പരിശുദ്ധാത്മാവ് നമുക്ക് പ്രാർത്ഥനയിൽ തുണ നിൽക്കുന്നു. ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ, ബാക്കി നമുക്കറിയാമല്ലോ, നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. ആത്മാവ് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. എവണ്ണമാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് നാം അറിയുന്നില്ലല്ലോ. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുന്നു. സ്തോത്രം. ചിലപ്പോൾ നമ്മൾ പോലും അറിയാത്ത നമ്മുടെ ഞരക്കങ്ങൾക്ക് ലിപി കൊടുത്ത്, ഭാഷ കൊടുത്ത് പരിശുദ്ധാത്മാവ് അവയെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടെത്തിക്കുന്നെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ പിതൃസന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനകളെ എത്തിക്കുന്നത് യേശുവിൻ്റെ നാമത്തിലാണ്, അല്ലെങ്കിൽ യേശുവിലൂടെയാണ്, പരിശുദ്ധാത്മാവാണ് എന്ന വിഷയം നമുക്കറിയാം. അപ്പോൾ ഇത് യേശുവാണ്, ഈ ദൂതൻ യേശുവാണ് എന്ന് നാം വച്ചാൽ വളരെ സുഗമമായി ഈ കാര്യങ്ങളെ നമുക്ക് കൈകാര്യം ചെയ്യാം. കത്തോലിക്ക, ഓർത്തഡോക്സ്, യാക്കോബായ സഭാവിഭാഗങ്ങൾ ഒക്കെ മധ്യസ്ഥന്മാരിൽ വിശ്വസിക്കുന്നവരും ആശ്രയിക്കുന്നവരുമാണെന്ന് നമുക്കറിയാം. ഈ വാക്യങ്ങൾ വെച്ചുകൊണ്ട് അവർ ചിലപ്പോൾ പറയും, മധ്യസ്ഥന്മാരാണ് നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിക്കുന്നത്. അത് ശ്ലീഹന്മാരാകാം, ശ്ലീബന്മാരാകാം, അത് ദൂതന്മാരാകാം എന്നൊക്കെ അവർ പറഞ്ഞേക്കാം. എന്നാൽ തിരുവെഴുത്തിൻ പ്രകാരം അങ്ങനെയുള്ള മധ്യസ്ഥന്മാരാരും ഇല്ല എന്ന് നമുക്കറിയാം. ഏക മധ്യസ്ഥൻ ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ ക്രിസ്തു മാത്രമേ ഉള്ളെന്ന് ദൈവവചനം 1 തിമത്തിയോസ് 2-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ കാണുന്നുണ്ട്.
അപ്പോൾ ഇവിടെ നാം മറ്റൊരു ദൂതനെ കാണുന്നു. ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ സ്വീകരിക്കാം. ഏതായാലും ആ ദൂതൻ ഇവിടെ ദൈവസന്നിധിയിലാണ് നിൽക്കുന്നത്, യാഗപീഠത്തിങ്കലാണ് നിൽക്കുന്നത്, സ്വർണ ധൂപകലശവുമായിട്ടാണ് നിൽക്കുന്നത്. യഹൂദ ദേവാലയത്തിലും സ്വർണ കലശം ധൂപകലശം ഉണ്ടായിരുന്നു. സുഗന്ധവർഗങ്ങളിട്ട് പുകയ്ക്കുന്ന ആ ധൂപക്കുറ്റികൾ പഴയ നിയമത്തിലെ ഈ കലശത്തിന്റെ മാതൃകയിലാണ് നമ്മുടെ സാമുദായിക സഭകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കുന്തിരിക്കമിട്ട് പുകയ്ക്കുന്നത്. പുക വരണം, സുഗന്ധം വീശണം. സുഗന്ധം, ആ സുഗന്ധം അതിൻ്റെ പ്രതീകം അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ അർപ്പണങ്ങൾ ദൈവത്തിന് സുഗ്രാഹ്യമാകണമെന്നത്രേ. ദൈവത്തിന് സുഗ്രാഹ്യമാകണം. അതിൻ്റെ സുഗന്ധം മണത്തപ്പോൾ എന്നൊക്കെ നാം ചിലയിടത്ത് വായിക്കുന്നുണ്ട്. അതിൻ്റെ വാസന അത് പ്രതീകാത്മകമാണ്. പ്രതീകാത്മകം. നാം അർപ്പിക്കുന്നതെല്ലാം അത് ആരാധനയോ സ്തുതിയോ മഹത്വമോ പ്രാർത്ഥനയോ മറ്റെന്ത് ശുശ്രൂഷകളുമാകട്ടെ, നാം അർപ്പിക്കുന്നത് ദൈവത്തിന് പ്രസാദകരവും സ്വീകാര്യവും ആയിത്തീരുകയാണ്. അതാണ് ഈ ധൂപകലശത്തിന്റെ അർത്ഥം. ഇവിടെ അർപ്പിക്കപ്പെടുന്നത് വേറെ സ്തുതിയോ സ്തോത്രമോ ആരാധനയോ കാര്യങ്ങളൊന്നുമല്ല, പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയാണ്, സ്തോത്രം. True prayers of saints, of course, true prayers of saints mentioned here include our prayers. അത് നമ്മുടെ പ്രാർത്ഥനകളായും കാണാം. എന്നാൽ ഇവിടെ പറയുന്ന പ്രാർത്ഥന, വിശുദ്ധന്മാരെന്നിവിടെ പറയുന്നത് 7-ാം അധ്യായത്തിൽ നമ്മൾ കണ്ട, അല്ല 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ നമ്മൾ കണ്ട, 7-ാം അധ്യായത്തിലും നാം കണ്ട മഹാപീഡനകാല വിശുദ്ധന്മാരാണ്. അത് ഇതേ അർത്ഥത്തിൽ നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളെയും കാണുന്നതിൽ തെറ്റില്ല. ഇവിടെ പറയുന്ന സ്പെസിഫിക്കലി ഇവിടെ പറയുന്നത് ഈ മഹാപീഡനകാലത്തെ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകളാണ്. കാരണം ഈ പ്രാർത്ഥന പ്രധാനമായിട്ടും അനീതി നിറഞ്ഞ ലോകത്തോട് ദൈവം നീതി നടത്താനുള്ള പ്രാർത്ഥനകളാണ്. തങ്ങളെ തിരുനാമ നിമിത്തം പീഡിപ്പിച്ചവർക്ക് പ്രതികാരം ചെയ്യാനുള്ള പ്രാർത്ഥനകളാണ്. സ്തോത്രം. അതുകൊണ്ട് പ്രാർത്ഥനയെ പൊതു അർത്ഥത്തിൽ നമ്മുടെ പ്രാർത്ഥന ഉൾപ്പെടെ ഉള്ളതിനെ ഈ നിലയിൽ നമുക്ക് കണക്കാക്കാം. എന്ന് വെച്ചാൽ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ എന്ന് നമ്മൾ സങ്കീർത്തനത്തിൽ നിന്നും വായിക്കുകയുണ്ടായല്ലോ, 56-ാം സങ്കീർത്തനത്തിൽ നിന്ന്. നമ്മുടെ കണ്ണുനീരും നമ്മുടെ പ്രാർത്ഥനകളുമൊക്കെ ദൈവം തൻ്റെ സന്നിധിയിൽ കൂട്ടിവെക്കുന്നു, കരുതി വയ്ക്കുന്നു. അത് ഇന്നുള്ള വിശുദ്ധന്മാരുടേതായാലും മഹാപീഡനകാല വിശുദ്ധന്മാരുടേതായാലും. വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എവിടെ ചെന്നെത്തുന്നു? ദൈവസന്നിധിയിൽ. സ്തോത്രം. വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ അവയ്ക്കെല്ലാറ്റിനുമൊന്നും ഉടനടി മറുപടി ലഭിക്കുകയില്ല. ഉടനെ മറുപടി ലഭിക്കുന്ന ചില പ്രാർത്ഥനകളുണ്ട്, എല്ലാറ്റിനുമില്ല. സ്തോത്രം. ആ പ്രാർത്ഥനകൾ ദൈവം തൻ്റെ തുരുത്തിയിലാക്കി വയ്ക്കുന്നു. അവിടെ തുരുത്തി എന്നൊക്കെ പറയുന്നത് ആലങ്കാരിക പ്രയോഗങ്ങളാകട്ടോ. സ്തോത്രം.
ദൈവത്തിന് അങ്ങനെ ഒരു പാത്രമോ തുരുത്തിയോ ഒന്നും വേണ്ട ഓർത്ത് വെക്കാൻ. നമുക്ക് കുറിച്ച് വെക്കണം, റെക്കോർഡ് ചെയ്ത് വെക്കണം, നമുക്ക് ഡിജിറ്റലി സൂക്ഷിച്ചു വെക്കണം, ഒക്കെ ഉണ്ട്. ദൈവത്തെ സംബന്ധിച്ച് അങ്ങനെയൊന്നും ഉള്ള കാര്യങ്ങളില്ല. പിന്നെ നമുക്ക് മനസ്സിലാകുന്ന ഭാഷ ഉപയോഗിച്ചിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ദൈവം നമ്മുടെ കണ്ണുനീരിനെ, നമ്മുടെ കരച്ചിലിനെ, നമ്മുടെ പ്രാർത്ഥനകളെ ദൈവസന്നിധിയിൽ സൂക്ഷിച്ചു വയ്ക്കുന്നു. എന്നിട്ട് സമയാസമയങ്ങളിൽ അതിന് മറുപടി അയക്കുന്നു. നമുക്ക് വളരെ ഉപവാസ പ്രാർത്ഥനകളിൽ മറ്റും പ്രചോദനമായി കേൾക്കുന്ന ഒരു കാര്യമാണ് യോസേഫിനെ പാനപാത്രവാഹകൻ മറന്നു കളഞ്ഞു. ഓർക്കുന്നുണ്ടല്ലോ, പശ്ചാത്തലമൊന്നും പറയാതെ അറിയാമല്ലോ. യോസേഫ് കാരാഗ്രഹത്തിലാണ്. അപ്പോഴാണ് രാജാവിന്റെ പാനപാത്രവാഹകനും കബ്ബയറർ, അതുപോലെ ഷെഫ് അപ്പക്കാരനും രണ്ടുപേരും യോസേഫിന്റെ കൂടെ ജയിലിൽ അടയ്ക്കപ്പെട്ടു. അവർ സ്വപ്നം കാണുന്നു. യോസേഫ് അർത്ഥം പറയുന്നു. അതിൽ അപ്പക്കാരനെ തൂക്കിക്കൊല്ലുന്നു. കബ്ബയറനെ, പാനപാത്രവാഹകനെ തിരിച്ച് ജോലിയിൽ എടുക്കുന്നു. അപ്പൊ യോസേഫ് പറയുന്നുണ്ട്, നീ ജോലിയിൽ തിരിച്ചു കയറുമ്പോ എന്നെയും കൂടെ ഓർത്ത് എൻ്റെ കാര്യം രാജാവിനോട് പറയണേ, എന്നെ ഇവിടെ നിന്ന് മോചിപ്പിക്കാൻ. പക്ഷെ ഈ പുള്ളി അവിടെ ചെന്നപ്പോഴത്തേക്കിനും യോസേഫിനെ മറന്നുപോയി എന്ന് നമ്മൾ കാണും. പക്ഷെ ആ മറവി യോസേഫിന് നന്മയായോ തിന്മയായോ? നന്മയായി, അല്ലെ? അതുപോലെ തന്നെ മൊർദെഖായി അർത്ഥഷഷ്ട രാജാവിന് വേണ്ടി ചെയ്ത ഒരു വലിയ ഉപകാരം. പക്ഷേ മൊർദെഖായിക്ക് അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്തോ രാജാവ്? ഇല്ല. പക്ഷെ എന്ത് ചെയ്തായിരുന്നു? ദിനവൃത്താന്ത പുസ്തകത്തിൽ നമ്മുടെ ഭാഷ പറഞ്ഞ ഡയറിക്കകത്ത് എഴുതി വെച്ചു. ഇത്രാം തീയതി ഇന്നതുപോലെ മൊർദെഖായി എന്ന് പറയുന്ന ഒരാള് എ പ്ലാൻ ഓഫ് അസാസിനേഷൻ, രാജാവിനെ കൊല്ലാനുള്ള പ്ലാൻ അറിഞ്ഞ് അതിൽ നിന്ന് രാജാവിനെ രക്ഷിച്ചു, എഴുതി വെച്ചു. പക്ഷേ ഒന്നും ചെയ്തില്ല. പക്ഷെ ഒരു പ്രത്യേക രാത്രിയിൽ രാജാവിന്റെ ഉറക്കം കെടുക്കുന്നു. രാജാവ് അതൊക്കെ കൂടെ ഉറക്കം വരാഞ്ഞപ്പം പുസ്തകം വായിച്ചു. ഇങ്ങനെ പേജ് മറിച്ച് പോയപ്പോൾ മൊർദെഖായി ചെയ്ത ഉപകാരത്തെക്കുറിച്ച് കാണുന്നു. പിന്നീടുള്ള കാര്യമൊക്കെ നമുക്കറിയാം. അങ്ങനെ മൊർദെഖായിയുടെ ഉപകാരം രാജാവ് കുറിച്ചു വെച്ചെങ്കിലും അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു സമ്മാനം, ഒരു പ്രൈസ് കൊടുക്കാൻ മറന്നുപോയി. ആ മറവി പ്രയോജനകരമായോ അതോ ദോഷകരമായോ? പ്രയോജനമായി. ഇതുപോലെ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. ദൈവം അത് തൻ്റെ പക്കൽ സൂക്ഷിച്ചു വയ്ക്കുന്നു. പിന്നെ ഈ പാനപാത്രവാഹകനെ പോലെയും ഈ രാജാവിനെ പോലെയും ഒന്നും ദൈവം മറന്നു പോകുന്ന ഒരു പ്രശ്നം ഇല്ല. ദൈവം മറന്നതുകൊണ്ടല്ല, അല്ലെങ്കിൽ ഒത്തിരി തിരക്കായി പോയി അതുകൊണ്ട് ഓർക്കുന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് നേരം കിട്ടുന്നില്ലായിരുന്നു. ഇങ്ങനെ ദൈവം തിരക്കായി പോയത് കൊണ്ടുമല്ല നമ്മുടെ പ്രാർത്ഥനകൾക്ക് പലതിനും മറുപടി തരാത്തത്. ഒറ്റ കാര്യമുള്ളൂ, സമയം ആയില്ല. സ്തോത്രം. സമയം നമ്മുടെ സമയമല്ല, ദൈവത്തിന്റെ സമയമാണ്. യേശുവിന്റെ അമ്മ യേശുവിനോട് പോയി കാനാവിലെ കല്യാണത്തിന്റെ പരാധീനതയെ പറ്റി പറഞ്ഞതുപോലെ, സ്ത്രീയെ എനിക്ക് നിനക്കും തമ്മിൽ എന്ത്?
എൻ്റെ നാഴിക അല്ലെങ്കിൽ എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല. ലാസറിന്റെ രോഗവിവരം യേശുവിനെ അറിയിച്ചു. യേശു കർത്താവ് അറിയാഞ്ഞത് കൊണ്ട് പോകാഞ്ഞതല്ല, പക്ഷെ മനഃപൂർവ്വം യേശു താമസിച്ചു. അതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ നമുക്കറിയാം, അതൊന്നും ഞാൻ വിവരിക്കേണ്ടതില്ല. ഇതുപോലെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി തരുവാൻ കാലതാമസം എടുത്തേക്കാം. മിനിയാന്നാണെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞതുപോലെ, സ്തോത്രം, ആ താമസം എന്തല്ല, നിഷേധമല്ല. That delay is not a denial to answer the prayers of the saints, as in the case of the cupbearer forgot about Joseph. The king forgot to reward Mordecai for nullifying the assassin plan of king's force. As Jesus still stayed back where he was, even after having heard about the sickness of Lazarus. In the same way, our God also may not answer our prayers as we desire and think, or we purpose. But certainly, he will answer our prayers most deservingly, but at the due time. That time will not be our timing, but of God. ഇവിടെ നാം കാണുന്നത് അത് തന്നെയാണ്. ഇവിടെ ദൈവം എല്ലായ്പ്പോഴും നമ്മുടെ തിടുക്കത്തിലൊന്നും പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെ ഇപ്പൊ തന്നെ നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങള് മക്കളെ ഷെയ്നും സാക്കിയും തമ്മില് അടിയൊക്കെ കൂടുമായിരിക്കും. അപ്പൊ ഒരാൾ ഓടി വന്നിട്ട് അപ്പച്ചനോട് പറയും, അല്ലെങ്കിൽ ഡാഡിയോട് പറയും. മോൻ വന്നിട്ട് പറയും, ഡാഡി. അപ്പൊ എന്താ ഷെയ്ൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പം ഡാഡി സാക്കിയെ പിടിച്ച് വഴക്ക് പറയണം. പക്ഷെ ഡാഡി രണ്ടുപേരെയും ആശ്വസിപ്പിക്കും. എന്താ, ഡാഡിയുടെയും മോന്റെയും മെച്യൂരിറ്റി ലെവല് രണ്ടും രണ്ട് ഡിഫറെന്റാ. ഈ കുഞ്ഞിന് എന്ത് വേണം? സഡൻ ആക്ഷൻ. ഇപ്പൊ അടിക്കണം, ഇപ്പം സ്കോൾഡ് ചെയ്യണം, ഇപ്പൊ വഴക്ക് പറയണം. ഡാഡി ചെയ്യത്തില്ല. പക്ഷേ ഇപ്പൊ ഞാൻ ചെയ്യത്തില്ലെന്നും പറഞ്ഞു വിടത്തില്ല, രണ്ടുപേരെയും ആശ്വസിപ്പിച്ചു വിടും. നമ്മൾ അപ്പനും മക്കളും തമ്മിൽ ഇത്രയും വ്യത്യാസം ഉണ്ടെങ്കിലേ, നമ്മുടെ ദൈവം നമ്മളെക്കാളൊക്കെ ഹൗ ജെന്റിൽ ഹീസ്, എത്ര ഉയർന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഈ ഓടിപ്പോയി ദൈവത്തോട് പറയുന്നത് നമ്മുടെ ഈ കൊച്ചു കുഞ്ഞുങ്ങൾ ഓടി വന്ന് പറയുന്ന പോലെ, അപ്പച്ച അപ്പച്ച അച്ചാച്ചൻ എന്നെ അടിച്ചു, ഇപ്പൊ അടിക്കണം, ചിലപ്പോൾ വടിയും കൊണ്ട് തരും, ഇന്ന അടിക്ക. ഇതുപോലെ നമ്മൾ കാണിക്കുന്ന ദൈവത്തോട്. പക്ഷേ ദൈവം, സ്തോത്രം, ദൈവമായതുകൊണ്ട് നമ്മുടെ വെപ്രാളത്തിലൊന്നും ദൈവത്തിന് വെപ്രാളം തോന്നത്തില്ല. വെയിറ്റ് വെയിറ്റ് വെയിറ്റ്. ദൈവം അതിന് നിശ്ചയിച്ച ഒരു കൃത്യ സമയമുണ്ട്. ഇവിടെ അതാണ് നാം കാണുന്നത്. സ്തോത്രം, നമ്മുടെ പ്രാർത്ഥനകൾ, സ്തോത്രം, മറുപടി പ്രാപിക്കുന്ന ഒരു സമയമുണ്ട് കേട്ടോ. സ്തോത്രം, ദൈവസന്നിധിയിൽ അതെല്ലാം ഉണ്ട്.
അതൊന്നും മറന്നു പോയിട്ടില്ല. നമ്മൾ ഇനിയിപ്പം ഓർമ്മപ്പെടുത്തിയില്ലെങ്കിൽ കൂടെ ഒരു പ്രശ്നമില്ല. സ്തോത്രം. ഈ കഴിഞ്ഞിടയ്ക്ക് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കേരളത്തിലെ ഒരു പ്രശസ്തനായ പ്രസംഗക കുടുംബത്തിൽപ്പെട്ട ഒരാള്, ഒരു സീനിയർ പാസ്റ്റർ, ഒരു വലിയ അബദ്ധം ഒരു ചർച്ചിൽ പ്രസംഗിച്ചു. നമ്മൾ പാതി ദൈവം പാതി എന്ന്. മഹാ അബദ്ധം. അല്ല, ഇനിയും നമ്മൾ ഏതെങ്കിലും തരത്തിൽ ആവലാതിപ്പെട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചാലും ദൈവത്തിന്റെ സമയത്ത് അതിന് ദൈവത്തിന്റെ രീതിയിൽ, രണ്ടും ഓർത്തോണം, ദൈവത്തിന്റെ സമയത്ത്, രണ്ട് ദൈവത്തിന്റെ രീതിയിൽ ദൈവം അതിന് മറുപടി കൽപ്പിക്കും. God answers our prayer in these two conditions. One, at God's time or in His time and in His way, not in our time and our way. സ്തോത്രം. ഇവിടെ അതാണ് നാം കാണുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ വൈകിയാലും അതിനായിട്ട് തന്നെ കാത്തിരിക്കുക. ഹബക്കൂക്കിന്റെ വാക്കുകൾ നമുക്കറിയാമല്ലോ. ഹബക്കൂക്കിന്റെ അല്ല, ദൈവം എന്നോട് പറഞ്ഞതാ. സ്തോത്രം. ദൈവം ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകളായാലും ദൈവം നമ്മോട് പറയുന്ന വാഗ്ദത്തങ്ങളായാലും രണ്ടിനും ദൈവത്തിന്റെ ഒരു നിയമിതമായ സമയമുണ്ട്, ദൈവത്തിന്റെ നിയമിതമായ രീതിയുമുണ്ട്. അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. എന്ന് വെച്ചാൽ നമ്മുടെ സമയമനുസരിച്ച് താമസിക്കത്തില്ലെന്നല്ല, ദൈവം വച്ചിരിക്കുന്ന സമയക്രമം അനുസരിച്ച് അതിന്റെ പൂർത്തീകരണത്തിന് എന്തില്ല, താമസമില്ല. ഈവൻ കർത്താവിന്റെ വരവിന്റെ പോലും വിഷയം അതാ. ചിലർ നനയ്ക്കുന്നത് പോലെ, ചിന്തിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല എന്ന് പത്രോസ് പറയുന്നത് ഇന്നലെ നമ്മൾ വായിച്ചായിരുന്നല്ലോ, 2 പത്രോസ് 3:9 നിന്ന്. ഇത് ഏത് താമസം എന്നുള്ളതിനെ എങ്ങനെ നമ്മൾ മനസ്സിലാക്കണം? നമ്മുടെ സമയം അനുസരിച്ചാണോ? ദൈവത്തിന്റെ ദൈവത്തിന്റെ സമയം അനുസരിച്ച്, ദൈവത്തിന്റെ ആ നിയമിക്കപ്പെട്ട രീതിയും കാലവും അനുസരിച്ച് അതിൽ ഒരല്പം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല. സ്തോത്രം. നമുക്ക് നമ്മുടെ സമയവും ദൈവത്തിന്റെ സമയവും തമ്മിൽ അലൈൻ ചെയ്യാനാണ് ഒരു ചെറിയ പ്രയാസം. നമ്മുടെയും ദൈവത്തിന്റെയും സമയങ്ങൾ തമ്മിലൊന്ന് ഏകീഭവിപ്പിച്ചാൽ പ്രശ്നം തീരും. അവിടെയാണ് നമുക്ക് പ്രയാസമുള്ളത്. അപ്പോൾ ഇവിടെ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന, സ്തോത്രം, അതിന് മറുപടി കൊടുക്കുക. ദൈവം തൻ്റെ പക്കൽ സൂക്ഷിച്ചു വെച്ചിരുന്ന പ്രാർത്ഥനയ്ക്ക്, അത് ലോകത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയും ലോകത്തിന്റെ അനീതിക്കെതിരെ ദൈവ നീതിയുടെ വെളിപ്പാടിന് വേണ്ടിയും ഉപയോഗിക്കപ്പെടുന്നു. ആകയാൽ നമ്മുടെ പ്രതീക്ഷിക്കുന്ന സമയത്തിന് മറുപടി കിട്ടിയില്ലെങ്കിലും പ്രാർത്ഥനയൊന്നും നിർത്താതെ, കാത്തിരിപ്പ് നിർത്താതെ, ദൈവത്തിന്റെ സമയത്തിനായി കാത്തിരുന്ന് നമുക്ക് മുൻപോട്ട് പോകാം. കർത്താവിന്റെ വരവിന്റെ വാഗ്ദത്തവും അങ്ങനെ തന്നെയാണ് എന്നറിഞ്ഞ് ആ സമയത്തിനായി നമുക്ക് കാത്തിരിക്കാം, വിശുദ്ധിയെ കാക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
സ്തോത്രം.